ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓപ്പറേഷന് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഡോക്ടറോട് പറയുകയാണ്. അതൊക്കെ കേട്ട് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. ഇതേസമയം ആനന്ദ നിലയത്തിൽ വളരെ സങ്കടത്തോടെ ഒരു മൂലയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടി കരയുന്നത് വസുന്ധര കാണുന്നു. ശ്രീകുട്ടിയുടെ അരികിലേക്ക് വന്നിട്ട് വസുന്ധര കാര്യം തിരക്കുന്നുണ്ട്. എന്താ മോള് വല്ലാണ്ടിരിക്കുന്നത്? കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി പറയുന്നു, എൻ്റെ അപ്പൂട്ടൻ്റെ ഓപ്പറേഷൻ ഇന്നാണ്. മോള് വിഷമിക്കണ്ട, അപ്പൂട്ടന് സുഖമാകും, പേടിക്കണ്ട. മുത്തശ്ശിയല്ലേ പറയുന്നത്, അപ്പൂനൊന്നും സംഭവിക്കില്ല, അവന് സുഖമാകും. ഇനി മോളുമായിട്ട് കൂട്ടുകൂടുകയും ചെയ്യും എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശ്രീകുട്ടി. എന്നാലും എനിക്ക് സങ്കടം വരികയാണ്, എൻ്റെ അപ്പൂട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശ്രീകുട്ടി കരയുന്നു. ഒരു കാര്യം ചെയ്യും, മോള് ദൈവത്തോട് പ്രാർത്ഥിക്ക്, അപ്പൂന് ഒരു ആപത്തും വരുത്തരുതെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ അപ്പൂനൊന്നും വരില്ല, മോളുടെ സങ്കടം തീരുകയും ചെയ്യും എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു, മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, അപ്പൂട്ടനൊന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നു. വാ മോളെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് വസുന്ധര തന്നെ ശ്രീകുട്ടിയും കൂട്ടി പൂജാമുറിയിലെത്തി. അപ്പുവിന് വേണ്ടി തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശ്രീകുട്ടിയെ കണ്ടപ്പോൾ ഒപ്പം വസുന്ധരയും തൊഴുത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പുവിന് ഒരാപത്തും വരുത്തരുതേ ഭഗവാൻ എനിക്ക് പ്രാർത്ഥിക്കുന്നു. ഈശ്വര, അപ്പുവിനൊന്നും വരുത്തരുതേ, പെട്ടെന്ന് സുഖമാകണേ എന്ന് വസുന്ധരയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നുണ്ട്. സങ്കടത്തോടെ എല്ലാവരും നോക്കി നിൽക്കുന്നു. പ്രാർത്ഥനയോടെ ശ്യാമയും. സങ്കടം സഹിക്കാനാകാതെ ദേവികയാണെങ്കിൽ കരയുകയാണ്. ശ്യാമയെ അഖിൽ സമാധാനിപ്പിക്കുന്നു. ജയന്തി പോലും ഈ അവസ്ഥയിൽ വിഷമിച്ചാണ് നിൽക്കുന്നത്. ജയന്തി കരയുന്നത് കണ്ടിട്ട് അഖിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് കണ്ണുനീര് തുടച്ചിട്ട് ജയന്തി പറയുന്നുണ്ട്, കണ്ണിൽ എന്തോ ഒരു എരിച്ചിൽ പോലെ പൊടി വീണതാണെന്ന് തോന്നുന്നു സർ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടെയുള്ള കണ്ണൻ്റെ മുന്നിലേക്ക് പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കണ്ണ, എൻ്റെ അപ്പൂനെ ഞാൻ നിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, കാത്തോണെ കണ്ണ എന്ന് പറഞ്ഞ് ശ്യാമ പ്രാർത്ഥിക്കുന്നു. ശേഷം കാണിക്കുന്നത് അപ്പുവിൻ്റെ സർജറി തുടങ്ങിക്കഴിഞ്ഞു. അബോധാവസ്ഥയിലാണ് അപ്പുവിന് വേണ്ടി പ്രാർത്ഥനയോടെ പുറത്ത് എല്ലാവരും സങ്കടത്തോടെയും നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ സിസ്റ്റർമാരോട് പറയുന്നുണ്ട്, മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, സ്റ്റിച്ച് ചെയ്തോളൂ. എന്നിട്ട് ഡോക്ടർ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന ഡോക്ടറിനോട് ആകാംക്ഷയോടെ എല്ലാവരും ഡോക്ടർ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടർ വല്ലാത്ത വിഷമത്തോടെ അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഡോക്ടർ എന്തായി, ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ എന്ന് അഖിൽ ചോദിക്കുന്നു. ഡോക്ടർ, എൻ്റെ അപ്പു കണ്ണു തുറന്നില്ലേ എന്ന് വാസുദേവനും ചോദിക്കുന്നുണ്ട്. ഡോക്ടർ, ഓപ്പറേഷൻ സക്സസ് അല്ലേ എന്ന് ശ്യാമയും ചോദിക്കുന്നു. ഞങ്ങൾ ആവുന്നത്ര പരിശ്രമിച്ചു, പക്ഷേ അപ്പുവിനെ രക്ഷിക്കാനായില്ല, സോറി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അലറി കരയുകയാണ് ദേവകി. വാസുദേവനാണെങ്കിൽ തളർന്നു വീഴുന്നു. പെട്ടെന്ന് അഖിൽ താങ്ങി പിടിക്കുന്നുണ്ട്. ശ്യാമ ഒരു ഷോക്കായതുപോലെ നിൽക്കുകയാണ്. ജയന്തി ദേവകിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് ശ്യാമ ആ കണ്ണൻ്റെ മുന്നിലേക്ക് ഓടി. അവിടെ പോയി മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കണ്ണ, നീ എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത്? എൻ്റെ അപ്പു, അവൻ്റെ ജീവൻ, അവന് പകരം നിനക്ക് എന്നെ അങ്ങ് വിളിക്കായിരുന്നില്ലേ? നിന്നെ ഞാൻ വിശ്വസിച്ചു, അത്രയ്ക്ക് വിശ്വസിച്ചു. അത് അച്ഛനോടും അഖിൽ സാറിനോടും ഒന്നും പറയാതെ ഞാൻ വാക്ക് കൊടുത്തത് ഓപ്പറേഷന്. ഒടുവിൽ നീ എന്നെ ചതിച്ചില്ലേ കണ്ണാ? വേണ്ട, ഇനി ശ്യാമയ്ക്കൊരു ജീവിതം വേണ്ട. നിന്റെ മുന്നിൽ ഞാനും ഒടുങ്ങി തീരട്ടെ. നിന്റെ മുന്നിൽ ഞാനും അവസാനിക്കാൻ പോവുക കണ്ണാ. എൻ്റെ അപ്പു ഇല്ലാത്തൊരു ജീവിതം ഈ ശ്യാമയ്ക്കും വേണ്ട. എന്നിട്ട് ശ്യാമ അവിടെ മുന്നിലിരുന്ന ആ മേശയിൽ തലയിടിക്കുന്നുണ്ട്. അവിടെ ശ്യാമേച്ചി എന്ന് വിളിച്ച് ഒരാൾ വരുന്നു. അത് നമ്മുടെ കണ്ണൻ തന്നെയാണ്, അഖിലിൻ്റെ കണ്ണൻ. ശ്യാമ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചായയൊക്കെ കൊണ്ടുവരുന്ന ഒരു പയ്യൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. കയ്യിൽ 2-3 ചായ ഗ്ലാസ്സും ഉണ്ട്. ശ്യാമേച്ചി എന്തായി കാണിക്കുന്നത് എന്നെ കണ്ണൻ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു, ഞാൻ എൻ്റെ അപ്പു എന്നൊക്കെ. പിന്നെയും കണ്ണൻ പറയുന്നുണ്ട്, അപ്പൂനെന്താ? അപ്പൂനൊന്നുമില്ലെന്നേ. ഡോക്ടർ പറഞ്ഞു എൻ്റെ അപ്പു പോയെന്ന്. എവിടെ പോവാൻ? അപ്പൂനൊന്നുമില്ല. ശ്യാമേച്ചിയെ പോലെ ഇങ്ങനെ ഒരാളുള്ളപ്പോൾ അപ്പൂന് എന്ത് സംഭവിക്കാനാ? ശ്യാമേച്ചി ചെന്ന് നോക്ക്, അപ്പൂനൊന്നും സംഭവിച്ചില്ലെന്നേ. നീ വെറുതെ പറഞ്ഞതാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നു, അല്ല ശ്യാമേച്ചി ഇങ്ങോട്ട് ഓടി വന്നില്ലേ? അപ്പോൾ ഡോക്ടർ തിരിച്ചു വന്ന് പറഞ്ഞതാണ് അപ്പു രക്ഷപ്പെട്ടെന്ന്. സന്തോഷത്തോടെ ശ്യാമ ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ എന്ന്. അത് കേട്ട് കണ്ണൻ പറയുന്നു, ഒരു ജീവന്റെ കാര്യമല്ലേ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ചായ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ കേട്ടതാ. ചേച്ചി വിഷമിച്ച ഇവിടേക്ക് ഓടി വന്നേന്ന് എനിക്ക് മനസ്സിലായി. അതാ ഈ സന്തോഷ വാർത്ത പറയാൻ ഞാൻ ഓടിയെത്തിയത്. ചേച്ചി ചെന്നേ ഡോക്ടറിനോട് ചോദിക്കേ, അപ്പോൾ കേൾക്കും, ഈ കണ്ണനാണ് പറയുന്നത്. ചെല്ലി ചേച്ചി എനിക്ക് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്യാമ അവിടേക്ക് പോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന അപ്പുവിന് ചെറിയ അനക്കം വെച്ചിട്ടുണ്ട്. കണ്ണ് തുറക്കാൻ ശ്രമിക്കുകയും ശ്വാസം വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് ഈ കാഴ്ച കാണുകയും ഡോക്ടറെ പെട്ടെന്ന് തന്നെ അവിടേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ അത്ഭുതത്തോടെ അവർ വന്ന് നോക്കി കാണുന്നു. ഇതൊരു മിറക്കിളാണല്ലോ സംഭവിച്ചിരിക്കുന്നത് എന്നവർ പറയുന്നു. ശ്യാമ അവിടേക്ക് ഓടിയെത്തിയിട്ട്
അമ്മേ അപ്പു രക്ഷപ്പെട്ടല്ലേ? അച്ഛാ അപ്പു രക്ഷപ്പെട്ടല്ലേ? പറ അപ്പു രക്ഷപ്പെട്ടില്ലേ? പറ എന്നൊക്കെ അഖിലിനോടും ചോദിക്കുന്നുണ്ട്. ഒരുപാട് തവണ ശ്യാമ അവരോട് എല്ലാവരോടും ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് എല്ലാവരും. എന്താ ഈ പറയുന്നത്? ഡോക്ടർ വന്ന് പറഞ്ഞില്ലേ അപ്പുവിന്റെ ഓപ്പറേഷൻ സക്സസ് ആയെന്ന്? പെട്ടെന്ന് ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പൾസ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടർ പുറത്തേക്ക് വന്ന എല്ലാവരോടുമായി പറയുന്നു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പുവിന്റെ ഓപ്പറേഷൻ സക്സസ്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ രക്ഷപ്പെട്ടോ? ഡോക്ടർ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. അപ്പോൾ എന്ന് പറഞ്ഞ ശ്യാമ ഒന്നുകൂടി ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതെ, അപ്പുവിൻ്റെ ആയുസ് എത്ര കാലമാണോ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അത്രയും കാലം അപ്പുവിൻ്റെ ഹൃദയത്തിന് ഒരാപത്തും സംഭവിക്കില്ല. അത്രയും പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോയപ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശ്യാമ. പെട്ടെന്ന് തന്നെ ശ്യാമ അവിടേക്ക് ഓടിയപ്പോൾ സംശയത്തോടെ അഖിലും പിന്നാലെ ഓടുന്നുണ്ട്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും വാസുദേവനും ദേവകിയും ജയന്തിയും നിൽക്കുന്നു. ശ്യാമ ആ കണ്ണൻ നിന്ന ഭാഗത്തേക്ക് ചെന്നിട്ട് അവിടേക്ക് നോക്കുന്നുണ്ട്. ഇവിടെയായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ എനിക്ക് ചോദിക്കുന്നു. സിസ്റ്റർ അവിടേക്ക് വന്നപ്പോൾ സിസ്റ്ററിനോട് ശ്യാമ ചോദിക്കുന്നു, സിസ്റ്ററെ, ഒരു പയ്യൻ തലമുടിയൊക്കെ ഇത്രയും നീളം, ഒരു 10-15 വയസ്സ് വരും, ഒരു ചായ കൊണ്ടുവരുന്ന പയ്യനാണ്, പേര് കണ്ണൻ എന്നാണ്. എന്നാൽ സിസ്റ്റർ ഇത് കേട്ടിട്ട് പറയുന്നു, കണ്ണൻ എന്ന് പേരുള്ള പയ്യനോ ഹോസ്പിറ്റലിൽ ചായ കൊടുക്കുന്നതോ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. അല്ല, ഞാനിവിടെ കണ്ടതാണ്, അവൻ എന്നോട് സംസാരിച്ചതാണെന്നും ശ്യാമ പറയുന്നുണ്ട്. കണ്ണൻ എന്ന പേരുള്ള പയ്യനല്ല, ഇവിടെ അങ്ങനെ ആരും ചായ കൊടുക്കുന്നില്ല. ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഉണ്ട്, അങ്ങനെ മറ്റാരെയും ഇവിടെ ചായ കൊടുക്കാൻ സമ്മതിക്കില്ല, സ്ട്രിക്റ്റ് ആണ്. അല്ല പിന്നെ കണ്ണൻ എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ സ്വപ്നം കണ്ടതാണോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നു. അല്ല, ഞാൻ കണ്ണനെ കണ്ടതാണെന്നും ശ്യാമ പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം അഖിലും കേൾക്കുന്നുണ്ട്. സർ, കണ്ണൻ എന്നുള്ള ഒരു പയ്യനാണ് എൻ്റെ അപ്പു രക്ഷപ്പെട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത്. അത് കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോൾ ശരിയാണ്, ഡോക്ടറും അത് തന്നെ പറഞ്ഞു. അഖിൽ പറയുന്നു, ശ്യാമ തിരിച്ചു വന്നതിന് ശേഷം ശ്യാമയുടെ മുന്നിൽ വെച്ച് ഡോക്ടർ ആദ്യമായിട്ടല്ലേ ഈ കാര്യം പറയുന്നത്? അതിനു മുമ്പ് ശ്യാമ പറഞ്ഞ ആ പയ്യൻ അപ്പു രക്ഷപ്പെട്ടെന്നുള്ള കാര്യം അറിയുന്നത് എങ്ങനെയാണ്? സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്, അപ്പു രക്ഷപ്പെട്ടു എന്ന് എന്നോട് അവൻ വന്ന് പറഞ്ഞതാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, അവൻ എന്നെ ശ്യാമേച്ചി എന്നാണ് വിളിച്ചത്, അവൻ എങ്ങനെ എൻ്റെ പേര് അറിയുന്നത്? ആ സമയത്ത് ഞാനതൊന്നും ഓർത്തില്ലെന്നും ശ്യാമ പറഞ്ഞപ്പോൾ, എവിടെ വെച്ചാണ് ശ്യാമ ആ കണ്ണനെ കണ്ടതെന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണെന്ന് ശ്യാമ പറയുന്നു. ആ സമയം അവിടെ ഒരു മയിൽപ്പീലി കാണുകയും അഖിൽ അത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണൻ എന്നല്ലേ പേര് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അതേന്ന് ശ്യാമ. എന്നാൽ പിന്നെ ഇത്തരം അത്ഭുതം കാട്ടിയത് മറ്റാരുമല്ല, സാക്ഷാൽ കണ്ണൻ തന്നെയാണ്. വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ശ്യാമ. അഖിലിൻ്റെ കയ്യിൽ നിന്നും ഒരു അത്ഭുതത്തോടെ തന്നെ ആ മയിൽപ്പീലി ശ്യാമ ഏറ്റുവാങ്ങിയിട്ട് കണ്ണൻ്റെ മുന്നിൽ നിന്ന് വല്ലാത്തൊരു ഫീലോടെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കണ്ണാ, നീ എന്തൊക്കെ മായകളായി കാണിക്കുന്നത്? എന്തായാലും ഞാൻ മനോരുക്കി പ്രാർത്ഥിച്ചപ്പോൾ നീ എൻ്റെ അപ്പുവിനെ എനിക്ക് തിരിച്ചു തന്നില്ലേ, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമ കരഞ്ഞുകൊണ്ട്. പിന്നെ അപ്പുവിനെ കാണാൻ കയറിയിരിക്കുകയാണ് എല്ലാവരും. ഡോക്ടർ അവിടെ വന്നിട്ട് അപ്പുവിനെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പു ഇപ്പോൾ സംസാരിക്കുകയും പോലും ചെയ്യുന്നുണ്ട്. വേദന ഇപ്പോൾ കുറവുണ്ട്. ഡോക്ടർ പറയുന്നു, കുറച്ച് സമയം അപ്പു എല്ലാവരെയും പേടിപ്പിച്ച് കളഞ്ഞു. ഡോക്ടർ, ഓപ്പറേഷന് മുമ്പ് ഞാൻ ഡോക്ടറോട് പറഞ്ഞ കാര്യം മറന്നോ? എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ ഡോക്ടർ യഥാർത്ഥ ഈശ്വരനെ കാണും. അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞതല്ലായിരുന്നോ? ഉറപ്പായും ഡോക്ടർ ഹൃദയത്തിൽ ദൈവത്തിനെ കണ്ടു കാണും. പറയണം ഡോക്ടറെ, എങ്ങനെയാണ് ഈശ്വരൻ്റെ രൂപം ഇരിക്കുന്നത്? ഡോക്ടർ പറയുന്നു, അപ്പോൾ നിന്റെ ഹൃദയം ഓപ്പൺ ചെയ്തപ്പോൾ ഈശ്വരൻ്റെ രൂപം ഞാൻ കണ്ടില്ല. പിന്നെ നിന്റെ നിലച്ച ഹൃദയത്തിലേക്ക് ആദ്യ തുള്ളി രക്തമായി ഈശ്വരൻ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ, പക്ഷേ പല സമയങ്ങളിലും ഇങ്ങനെ അത്ഭുതമായും ആശ്വാസമായും ദൈവം എത്താറുണ്ട്. ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അനുഭവിച്ചറിയാം. ആ സമയം കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട്. കണ്ണൻ അപ്പുവിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഓഫീസിലിരിക്കുന്നു. തൊട്ടരികിൽ തന്നെ നിന്ന് അശ്വതി ഫയലൊക്കെ നോക്കുന്നുണ്ട്. ആദ്യം അവിടേക്ക് വരുന്നു. ആദ്യം നോക്കുന്നത് അശ്വതിയെ തന്നെയാണ്. അശ്വതി ആദ്യം ടെൻഷനോടെ നോക്കുന്നുണ്ട്. ആദ്യേട്ടനോ? ഇരിക്കാദ്യേട്ടാ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം അവിടേക്ക് ഇരുന്നു. എന്താ ആദ്യേട്ട എന്ന് ചോദിച്ചപ്പോൾ ഇതാരാണെന്ന് ആദ്യം ചോദിച്ചു. ഇത് പുതിയ സ്റ്റാഫാണ്, ഇവിടെ പ്യൂണ് അങ്ങനെയൊക്കെയാണ്. ആദ്യേട്ടൻ ഇപ്പോൾ ഓഫീസിലൊന്നും വരാറില്ലല്ലോ, അതാണ് ഇവളെ കാണാത്തതെന്നും പറയുന്നു. പുതിയ സ്റ്റാഫിന്റെ പേരെന്താണെന്ന് ആദ്യം ചോദിച്ചു. ജാസ്മിൻ എന്ന് ഐശ്വര്യ പറയുന്നു. ഇവളെ മിണ്ടില്ലേ എന്ന് ആദ്യം ചോദിച്ചപ്പോൾ ജാസ്മിൻ എന്നാണ് സർ എന്ന് അശ്വതി പറയുന്നുണ്ട്. എവിടെയാണ് വീടെന്ന് ആദ്യം ചോദിക്കുന്നു. ടെൻഷനോടെ അവർക്ക് മുന്നിൽ നിൽക്കുകയാണ് അശ്വതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.